ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇലയടയുടേതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയടയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കുഴച്ചിട്ടെടുക്കുക. അതിനായിട്ട് ഞാൻ അരിയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കലാണ്. അതിനായിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിന്, അതിലേക്കൊരു ടീസ്പൂണ് പെരുംജീരകം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിന്. ഇനിയിപ്പോൾ 3 കപ്പ് അരി ഞാൻ എടുത്തിന്, നമ്മുടെ പത്തിലെല്ലാം ചുടുന്ന അരിയില്ല, അതാണ് എടുത്തിന്. ഇനിയിപ്പോൾ ഇതില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പച്ചരിപ്പൊടി എടുത്താലും മതിയാവും. എന്നിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കലാന്ന്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുഴച്ചിട്ട് നല്ലോണം ഒന്ന് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പണ്ടം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരണ്ടി എടുത്തിന്. പിന്നെ അതിലേക്കൊരു 3 കട്ട വെല്ലം കൂടി ഇങ്ങനെ നല്ലോണം ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുത്തിന്. പിന്നെ അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിന് ഞാൻ. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് നമുക്ക് വാട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ അതൊക്കെ മൊത്തമായിട്ട് അങ്ങ് ഡ്രൈ ആക്കുന്നവരെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. എന്നാലും നമ്മൾ പണ്ടം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് ഇലയട ഉണ്ടാക്കാം. അതിനായിട്ട് ഓരോരു ഉരുളയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉരുള എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നല്ല നൈസായിട്ട് തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കുക. അത് ഞാനിപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പണ്ടം കൂടി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മടക്കിയിട്ടെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നല്ല എലിക്കന്നൊന്ന് ഒട്ടിച്ചിട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കട്ടെ. ഞാനിപ്പോൾ മൊത്തത്തിൽ അങ്ങനെ ഒന്ന് ആക്കിയെടുത്തിന്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ആവി കയറ്റി വെക്കലാന്ന്. ഞാനൊരു 25 മിനിറ്റ് ഒന്ന് ആവി കയറ്റീന്. അപ്പോൾ 25 മിനിറ്റെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇലയടയുടെ സെറ്റായി വന്നിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല മണമല്ല. എനിക്ക് ഈ ഇലയട എന്ന് വെച്ചാൽ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയും പെരുംജീരകം കൂട്ടിയിട്ട് അരച്ച അരിയും കൂടി ആയതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ വൈകുന്നേരം കുട്ടികളെല്ലാം സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.